നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ ദേശീയപാതയിലേക്ക് മലയിടിഞ്ഞു വീണതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ കാണാതായ 7 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അപകടത്തിൽപ്പെട്ടതായി സംശയിക്കുന്ന കോഴിക്കോട് മുക്കം സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി NDRFന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. കർണാടകയിലേക്ക് തടികയറ്റി കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ലോറിയിൽ അർജുൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന സ്ഥലത്തിന് സമീപമാണ് ലോറിയുടെ GPS ലൊക്കേഷൻ അവസാനമായി കാണിച്ചിരിക്കുന്നത്. കനത്ത മഴയ്ക്കിടെ മലയുടെ ഒരു ഭാഗം അടർന്ന് ദേശീയപാതയിലേക്ക് പതിക്കുകയും തുടർന്ന് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് ഗംഗാവതി നദിയിലേക്ക് വീഴുകയുമായിരുന്നു. പാതയോരത്തുണ്ടായിരുന്ന ഒരു വീടും ക്യാൻറ്റീനുമടങ്ങുന്ന കെട്ടിടവും അതിനു മുന്നിൽ നിർത്തിയിരുന്ന ഗ്യാസ് ടാങ്കർ ലോറിയും നദിയിലേക്ക് പതിച്ചിരുന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന ലക്ഷ്മൺ നായിക്, ഭാര്യ ശാന്തി, മക്കളായ റോഷൻ, അവന്തിക, ഗ്യാസ് ടാങ്കറിന്റെ ഡ്രൈവർമാരായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ചിന്ന, മുരുകൻ എന്നിവരുടെയും ജഗന്നാഥ് എന്നയാളിന്റെയും മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. മൃതദേഹങ്ങളിൽ പലതും സംഭവ സ്ഥലത്തു നിന്ന് 40ഓളം കിലോമീറ്റർ അകലെ വരെ ഒഴുകിപ്പോയിരുന്നു. അതേസമയം മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കുറിച്ച് 4ാം ദിവസവും വിവരം ലഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് കുടുംബം ആരോപിച്ചു. അർജുന്റെ 2ാമത്തെ ഫോണിൽ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ റിംഗ് ചെയ്തെന്നും പിന്നീട് ഓഫായെന്നും കുടുംബം പറയുന്നു. ഇത് ഭാര്യയ്ക്കും കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറി പുഴയിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഭാര്യയും സഹോദരിയും ആവശ്യപ്പെട്ടു. GPS സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറി കിടക്കുന്നത്. ലോറിയിൽ അർജുൻ ഒറ്റയ്ക്കാണെന്നും സ്ഥിരമായി പോകുന്ന റൂട്ടാണെന്നും ഭാര്യ പറഞ്ഞു. ഫോൺ റിംഗ് ചെയ്തെങ്കിലും പ്രതികരണമുണ്ടായിട്ടില്ല. വീണ്ടും നമ്പർ സ്വിച്ച് ഓഫ് ആയെന്നും ഭാര്യ പറഞ്ഞു. 2 ഫോണുകളാണ് അർജുനുള്ളത്. ഇതിൽ ആദ്യത്തെ ഫോൺ നേരത്തെ തന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്നലെ 2ാമത്തെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിംഗ് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. അർജുൻ തന്നെ ഫോൺ ഓണാക്കി ഓഫാക്കിയതാണോ എന്നാണ് കുടുംബത്തിന്റെ സംശയം. അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് കൈക്കുഞ്ഞുമായി ഭാര്യ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.